പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു വരുന്നത് അക്കൗണ്ടിംഗ് ഫോർ പാർട്ട്ണർഷിപ്പിലെ പാഠഭാഗങ്ങളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ചായിരുന്നു. അതുമായി ബന്ധപ്പെട്ട നമ്മൾ കേസസും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട എക്സാമ്പിൾസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു കാൽക്കുലേഷൻ ആണ്, കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അതിന്റെ 5 കേസസ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട എക്സാമ്പിൾസ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ക്ലാസ് നന്നായി ശ്രദ്ധിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. Interest on drawings. Interest on drawings is to be charged only if it has been specifically provided in the partnership deed. Partnership deedൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം മാത്രമാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്യാനായിട്ട് പാടുള്ളൂ. പാർട്ട്ണർഷിപ്പിന്റെ അബ്സെൻസിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ ചാർജ് ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു അഗ്രിമെന്റ് ആണ്. അതിൽ കൃത്യമായിട്ട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പറഞ്ഞിരിക്കണം. അതിന്റെ കൃത്യമായ എമൗണ്ടോ അല്ലെങ്കിൽ അതിന്റെ പെർസെന്റേജോ കാര്യങ്ങളോ പറഞ്ഞിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ചാർജ് ചെയ്യാനായിട്ടുള്ള ഒരു റൈറ്റ് ഉള്ളൂ ഫേമിന്. ഇറ്റ് ഈസ് ആൻ ഇൻകം ടു ദ ഫേം. ഒരു ഫേമിനെ സംബന്ധിച്ച് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഇൻകം ആണ്. പാർട്ട്നേഴ്സ് ഡ്രോയിങ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻട്രസ്റ്റ്, ഫേം ചാർജ് ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അതുകൊണ്ട് ഫേമിനെ സംബന്ധിച്ച് അതൊരു ഇൻകം ആണ്, വരുമാനമാണ്. എന്നാൽ പാർട്ട്നേഴ്സിനെ സംബന്ധിച്ച് അതൊരു എക്സ്പെൻസ് ആണ്, അഥവാ ചിലവാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഓൾവേസ് കാൽക്കുലേറ്റഡ് ബൈ കൺസിഡറിംഗ് 3 important factors. 3 പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ്, ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പരിഗണിക്കുന്നത്. ഫസ്റ്റ് വൺ, ലെങ്ത് ഓഫ് ദ പീരീഡ്. അതിന്റെ ലെങ്ത്, പീരീഡിന്റെ ദൈർഘ്യം, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്, എമൗണ്ട് വിഡ്രോൺ, എത്ര എമൗണ്ട് ആണ് അവർ പിൻവലിച്ചിരിക്കുന്നത്. ഈ 3 ഫാക്ടേഴ്സ്, ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡിഫറെന്റ് വേസ് ഓഫ് കമ്പ്യൂട്ടിംഗ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. നമുക്ക് പല വഴികളിലൂടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അതിൽ ഫസ്റ്റ് കേസ് ആണ് നമ്മൾ പറയുന്നത് എമൗണ്ട് ഓഫ് വിഡ്രോവൽ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് റേറ്റ് ഓഫ് വിഡ്രോവൽ ഗിവൻ. നമുക്കിവിടെ 3 കാര്യങ്ങളും തന്നിട്ടുണ്ട്. എമൗണ്ട്, വിഡ്രോവൽ ചെയ്യുന്നതിന്റെ എമൗണ്ട് തന്നിട്ടുണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്, ഡേറ്റ് ഓഫ് വിഡ്രോവൽ, എന്നാണ് വിഡ്രോവൽ നടത്തുന്ന ഡേറ്റ്, അത് നമുക്ക് തന്നിട്ടുണ്ട്. ഈ 3 കാര്യങ്ങളും വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. വളരെ സിമ്പിൾ ആണ്. നമുക്ക് പറഞ്ഞ 3 ഫാക്ടേഴ്സും ഇവിടെ തന്നിരിക്കുകയാണ്. നമുക്ക് പ്രോബ്ലം ഒന്ന് നോക്കാം. ഇയർ എൻഡ് ഓഫ് എ ഫേം ഈസ് 31st December every year. 31st December every ഇയറിലാണ് ഫേം അതിന്റെ ഇയർ എൻഡിങ് വരുന്നത്. മോഹൻ എ പാർട്ട്ണർ വിഡ്രോസ് 6,000 on 1st July. മോഹൻ എന്ന് പറയുന്ന പാർട്ട്ണർ 6,000 രൂപ വിഡ്രോ ചെയ്യുന്നത് ജൂലൈ 1st കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അറ്റ് 9% per annum. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരുന്നത് 9% ആണ്. അപ്പൊ നമുക്കിവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മൾ പറയുന്ന 3 ഫാക്ടർ നമ്മൾ ഓർമ്മയിൽ കൊണ്ടുവരിക. ഒന്ന്, ലെങ്ത്, ആ പീരീഡിന്റെ ലെങ്ത്, അതുപോലെ തന്നെ റേറ്റ്, എമൗണ്ട് വിഡ്രോൺ. ഈ 3 കാര്യങ്ങളും നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എമൗണ്ട് വിഡ്രോൺ എത്രയാണ്? മോഹൻ വിഡ്രോ ചെയ്യുന്നത് 6,000 ആണ്. ഇൻറ്റു റേറ്റ് നമുക്ക് 9% എന്നറിയാം, 9/100. 6/12 എന്ന് പറയുന്നത് എന്താണ്? എന്നാണ് വിഡ്രോൺ ചെയ്യുന്നത്? 1st July ആണ്. ഇപ്പൊ ജൂലൈ ടു ഡിസംബർ നമുക്ക് 1st July ഇൻക്ലൂഡഡ് ആണ്. ജൂലൈ മുതൽ ഡിസംബർ വരെ 6 months ആണ് വരുന്നത്, 6 മാസം. ഓക്കെ, ജൂലൈ ടു ഡിസംബർ 6 മാസമാണ്. 6/12. അപ്പൊ 6,000 into 6/12 into 9/100. അപ്പൊ നമുക്ക് വരുന്ന എമൗണ്ട് 270 ആണ്. 270 ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരുന്നത്. ഫസ്റ്റ് കേസ് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമുക്ക് എമൗണ്ട് ഓഫ് വിഡ്രോവൽ, റേറ്റ്, ഡേറ്റ് ഓഫ് വിഡ്രോവൽ തന്നിട്ടുള്ള ഒരു കേസാണ് നമ്മൾ കണ്ടത്. അടുത്തത് ഡേറ്റ് ഓഫ് വിഡ്രോവൽ നോട്ട് ഗിവൺ. നമുക്ക് ഡേറ്റ് ഓഫ് വിഡ്രോവൽ തന്നിട്ടില്ല, എമൗണ്ട് ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഗിവൺ. എമൗണ്ടും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റും തന്നിട്ടുണ്ട്. ഡേറ്റ് ഓഫ് വിഡ്രോവൽ തന്നിട്ടില്ല, പകരം നമുക്ക് എമൗണ്ട് തന്നിട്ടുണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തന്നിട്ടുണ്ട്. If the date of drawings is not given, it may be assumed that the drawings were made evenly throughout the year. In such a case, interest would be for 6 months on the whole amount. നമുക്ക് ഇവിടെ ഡേറ്റ്, വിഡ്രോൺ ചെയ്യുന്ന ഡേറ്റ് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ
അസ്യൂം ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള കേസസിൽ നിങ്ങൾ ഇത്രയും ഓർത്തിരുന്നാൽ മതി. നമ്മൾ 6 months വെച്ചിട്ടാണ് ഓൾ എമൗണ്ടിന്റെ 6 monthsലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. എങ്ങനെയാണെങ്കിൽ ഡേറ്റ് ഓഫ് വിഡ്രോവൽ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 6 monthsലേക്കായിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. രാജൻ എ പാർട്ട്ണർ വിഡ്രോസ് 6,000 in a year. ഒരു വർഷത്തിൽ അദ്ദേഹം വിഡ്രോ ചെയ്യുന്നത് 6,000 ആണ്. എന്നാണ് അദ്ദേഹം വിഡ്രോ ചെയ്തതെന്നുള്ളത് ഇവിടെ ഡേറ്റ് പറഞ്ഞിട്ടില്ല. ഇൻട്രസ്റ്റ് is chargeable on 12% per annum. ഡ്രോയിങ്സിന്റെ ഇൻട്രസ്റ്റ് 12% ആണ്. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇവിടെ നമുക്ക് എത്ര ലെങ്ത്, പീരീഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യേണ്ടത് എന്താണ്? 6 months, ഓൾ എമൗണ്ടിന് 6 months ആണ് നമ്മൾ വിഡ്രോൺ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള കേസസ് വന്നു കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് വിഡ്രോവൽ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 6 monthsലേക്കാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ്. 6,000 ഇൻറ്റു നമ്മൾ പറഞ്ഞ ആ 6/12 ആണ്. 6 monthsലേക്കാണ്. 6/12 ഇൻറ്റു ഇവിടെ പെർസെന്റേജ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? റേറ്റ് 12/100 ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? 360 ആണ്. 360 ആണ് നമുക്ക് ഇവിടുത്തെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ 2 കേസസ് ആണ് ഇവിടെ കണ്ടത്. 2 കേസസും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഡിഫറൻസ് എമൗണ്ട്സ് വിഡ്രോൺ അറ്റ് ഡിഫറെന്റ് ഇന്റർവെൽസ്. തേർഡ് കേസ് വരുന്നത് പല എമൗണ്ടുകളായിട്ട് നമ്മൾ പല ഇന്റർവെല്ലുകളായിട്ട് നമ്മൾ വിഡ്രോൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഈ ഒരു മെത്തേഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇത് പ്രോഡക്റ്റ് മെത്തേഡ് എന്നും ഇതിനെ നമ്മൾ പറയാറുണ്ട്. പ്രോഡക്റ്റ് മെത്തേഡ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പൊ ഇത് നോട്ട് ചെയ്ത് വെക്കുക. When, however, the date of drawings and the different amount withdrawn are clearly stated, the interest may be calculated with the help of product method. Date of drawings ഡിഫറെന്റ് എമൗണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പ്രോഡക്റ്റ് മെത്തേഡ് വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതിന് 4 സ്റ്റെപ്പുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ, കാൽക്കുലേറ്റ് ദ ടൈം പീരീഡ് ബിറ്റ്വീൻ ദ ഡേറ്റ് ഓഫ് വിഡ്രോവൽ ആൻഡ് ഡേറ്റ് ഓഫ് ക്ലോസിംഗ് പീരീഡ്. നമുക്ക് ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യണം. എന്നാണ്, ഏത് ഡേറ്റിനാണ് വിഡ്രോൺ ചെയ്യുന്നത്, ഏത് ഡേറ്റിനാണ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സപ്പോസ് ഇപ്പോൾ ഒരു ജൂണിൽ വിഡ്രോൺ ചെയ്തു, ഡിസംബറിൽ ക്ലോസ് ചെയ്തു വിചാരിച്ചു കഴിഞ്ഞാൽ ജൂൺ മുതൽ ഡിസംബർ വരെ 7 months. ഓക്കെ, അപ്പോൾ നമുക്ക് 7 ആണ് ഇവിടെ നമുക്ക് ടൈം പീരീഡ് കിട്ടുന്നത്. ദെൻ മൾട്ടിപ്ലൈ ദ പീരീഡ്. ഈ പീരീഡ് എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയത് 7 ആയിരുന്നു. സോ കാൽക്കുലേറ്റഡ് ബൈ റെസ്പെക്റ്റീവ് എമൗണ്ട് ഓഫ് ഡ്രോയിങ്സ്. ഞാൻ വിഡ്രോ ചെയ്തിട്ടുള്ളത് 2000 രൂപയാണെന്ന് അസ്യൂം ചെയ്യാം. അപ്പൊ 2000 ഇൻറ്റു 7 എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്. അപ്പൊ നമുക്ക് ഇവിടെ പീരീഡ് നമ്മൾ 7 എന്ന് പറഞ്ഞു. എനിക്ക് ഡ്രോയിങ്സ് ഞാൻ വിഡ്രോ ചെയ്തിട്ടുള്ളത് 2000 രൂപയായിരുന്നു. 2000 ഇൻറ്റു ഈ 7 ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതാണ് ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ദെൻ ആഡ് അപ്പ് ദ വേരിയസ് പ്രൊഡക്റ്റ്. ഇപ്പൊ 2000 ഇൻറ്റു 7 ചെയ്തപ്പോൾ എനിക്ക് 14,000 കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെ 14,000 കിട്ടിയിട്ടുണ്ട്. അതുപോലെയുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. ഓരോ തീയതികളിലായിട്ട് പല വിധത്തിലുള്ള ഡ്രോയിങ്സ് ആയിട്ടുള്ള എമൗണ്ടുകൾ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളെ നമ്മൾ ആഡ് ചെയ്യുന്നു. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. ദെൻ കാൽക്കുലേറ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് 1 month. അതിനുശേഷം നമ്മൾ ഒരു മാസത്തെ ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ എങ്ങനെയാണ് ഒരു മാസത്തെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓൺ ദ സം ഓഫ് പ്രൊഡക്റ്റ്, നമുക്ക് ഈ കൂട്ടി കിട്ടിയ വേരിയസ് പ്രൊഡക്റ്റിന്റെ സമ്മ് ഇൻറ്റു എന്താണ് 1/12. ഒരു മാസത്തേക്കാണ്. അപ്പൊ 1/12 ഇൻറ്റു റേറ്റ്. അവിടെ എത്രയാണോ റേറ്റ് തന്നിരിക്കുന്നത്, റേറ്റ് അതായത് 12% ആണെങ്കിൽ 12/100. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്രോഡക്റ്റ് മെത്തേഡ് അനുസരിച്ച് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കൊരു പ്രോബ്ലം, നമുക്കൊരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാവും. നമുക്കൊരു എക്സാമ്പിൾ 3. മോഹൻ എ പാർട്ട്ണർ ഇൻ എ ഫേം. മോഹൻ എന്ന് പറയുന്ന ഒരു പാർട്ട്ണർ ആണ്. അദ്ദേഹം വിഡ്രോ ചെയ്യുന്ന എമൗണ്ടുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു പല ഇയർ, അതായത് പല മന്തിലായിട്ടാണ് വിഡ്രോൺ ചെയ്യുന്നത്. അതായത് പല അവസരങ്ങളിലായിട്ട് വിഡ്രോൺ ചെയ്തിരുന്നു, പല എമൗണ്ടുകളാണ് വിഡ്രോൺ ചെയ്യുന്നത്. അതാണ് ഈ ഒരു പ്രോബ്ലത്തിന്റെ പ്രത്യേകത. ഇതാണ് പ്രോഡക്റ്റ് മെത്തേഡ്. ഫെബ്രുവരി 1 ആണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഡ്രോയിങ്സ് വിഡ്രോൺ ചെയ്യുന്നത്. നമ്മൾ വേറൊരു കാര്യം കൂടി ഇവിടെ പരിഗണിക്കണം. ഒന്ന്, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം റേറ്റ് എത്രയാണ്? 15% ആണ് പെർ annum. മറ്റൊന്ന്, നമ്മൾ ഇതിന് വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട്. അസ്യൂം ദ അക്കൗണ്ടിംഗ് ഇയർ ക്ലോസ് ചെയ്യുന്നത് എന്താണ്? December 31 ആണ്. ചിലപ്പോൾ മാർച്ചിലാവാം, ചിലപ്പോൾ ഡിസംബറിലാവാം. അത് നിങ്ങൾ
വ്യക്തമായി നോക്കണം പ്രോബ്ലത്തിൽ. അപ്പൊ നമ്മൾ പെട്ടെന്ന് നമ്മൾ പ്രോബ്ലം വായിക്കാതെ ചെയ്തു പോകരുത്. അപ്പൊ കൃത്യമായിട്ട് പ്രോബ്ലം നന്നായി വായിച്ചു നോക്കുക. ഇവിടെ നമുക്കറിയാം ഡിസംബർ 31 എന്ത് ചെയ്യുന്നത്, ക്ലോസ് ചെയ്യുന്നത്. എന്ത് ക്ലോസ് ചെയ്യുന്നത്? ഡിസംബർ 31 ഇവിടെ അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്യാണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുക? ഫെബ്രുവരി 1 വിഡ്രോൺ ചെയ്യുന്നു. ഫെബ്രുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള അല്ലെങ്കിൽ ഡിസംബർ വരെയുള്ള പീരീഡ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 11 months ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 4 കോളം ആയിട്ട് ഇവിടെ തിരിക്കുന്നു. ഒന്ന് ഡേറ്റ്, 2 എമൗണ്ട് എത്രയാണ് വിഡ്രോൺ ചെയ്യുന്നത്, പീരീഡ് നമ്മൾ കണ്ടുപിടിക്കുന്ന പീരീഡ് മന്ത്സ് ആയിട്ട് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ദെൻ പ്രോഡക്റ്റ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഫെബ്രുവരി 1 ഫെബ്രുവരി 1 നമ്മൾ വിഡ്രോൺ ചെയ്യണ എമൗണ്ട് ഫെബ്രുവരി 1 2000 രൂപയാണ് വിഡ്രോൺ ചെയ്യുന്നത്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫെബ്രുവരി മുതൽ ഡിസംബർ വരെ നമുക്ക് എത്രയാണ് 11 months. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് എമൗണ്ട് ഇൻറ്റു പീരീഡ്. എമൗണ്ട് എത്രയാണ് 2000 ഇൻറ്റു പീരീഡ് 11. അപ്പൊ നമുക്ക് വരുന്നത് 22,000. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നതാണ് 22,000. അടുത്ത ഒരു പീരീഡ് തന്നിട്ടുള്ളത് നമുക്ക് മെയ് 1 ആണ്. മെയ് 1 മുതൽ ഡിസംബർ വരെയുള്ള മന്ത്സ് നമ്മൾ കണ്ടുപിടിക്കുന്നു. മെയ് ടു ഡിസംബർ 8 months ആണ് വരുന്നത്. നമുക്ക് എമൗണ്ട് 5,000 ആണ് തന്നിരിക്കുന്നത്. അപ്പൊ 5,000 ഇൻറ്റു 8 ഇൻറ്റു 5 40,000 ആണ് നമുക്ക് വരുന്ന പ്രോഡക്റ്റ്. ജൂൺ 30 ആണ് അടുത്തത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഫെബ്രുവരി 1 മെയ് 1 ഒക്കെ ആയിരുന്നപ്പോഴും നമ്മൾ ആ മാസം ഇൻക്ലൂഡ് ചെയ്തിരുന്നു. കാരണം അത് ഫെബ്രുവരി 1 മുതലായതുകൊണ്ടും മെയ് 1 മുതലായതുകൊണ്ടും നമ്മൾ ആ മന്തിനെ നമ്മൾ കൺസിഡർ ചെയ്യും. എവിടെ വരെയുള്ളത്? ഡിസംബർ വരെയുള്ള മന്ത്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. എന്നാൽ ഇവിടെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ജൂൺ 30 ആണ്. ജൂൺ 30 എന്ന് പറയുമ്പോൾ നമുക്ക് ജൂൺ മാസം കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ജൂൺ മാസം 30 ലാസ്റ്റ് ഡേറ്റിനാണ്. അപ്പൊ ജൂലൈ മുതലുള്ളത് കൺസിഡർ ചെയ്യുക. ജൂലൈ ടു ഡിസംബർ ആണ്. അപ്പൊ 2000 രൂപയാണ് വിഡ്രോൺ ചെയ്യുന്നത്. ജൂലൈ ടു ഡിസംബർ എത്ര മന്ത്സ് ഉണ്ട്? 6 months ആണ് വരുന്നത്. അപ്പൊ 6 ഇൻറ്റു 2000 12,000. ദെൻ ഒക്ടോബർ 31. ഒക്ടോബർ 31 ആണെങ്കിലും ഒക്ടോബർ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നവംബർ മുതൽ നവംബറും ഡിസംബറും 2 months. അപ്പൊ 6,000 ഇൻറ്റു 2 എത്രയാണ് വരുന്നത്? 12,000. ദെൻ ഡിസംബർ 31 നമുക്ക് ഇയർ എൻഡ് ചെയ്യുന്നതും ഡിസംബർ 31 ആണ്. അപ്പൊ നമുക്ക് അവിടെ പീരീഡ് 0 ആണ് വരിക. 2000 തന്നിട്ടുണ്ട്. 2000 ഇൻറ്റു 0 ആണ് നമുക്കറിയാം. അപ്പോൾ നമുക്ക് കിട്ടിയ ഈ പ്രൊഡക്റ്റുകളാണ് നമ്മൾ 4ാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ പറഞ്ഞത് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞത്. ഓക്കെ, ആദ്യം നമ്മൾ നമ്മുടെ പീരീഡ് കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ എമൗണ്ട് എഴുതി, പീരീഡും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, നമുക്ക് പ്രോഡക്റ്റ് കിട്ടി. ഈ പ്രൊഡക്റ്റുകളെല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 86,000 ആണ്. ഇനി നമ്മൾ ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നു? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണ്ടുപിടിക്കാൻ പോവാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 86,000 ഇൻറ്റു 1/12. നമ്മൾ പറഞ്ഞു 1 മന്തിലേക്കാണ് കാണുന്നതെന്ന് പറഞ്ഞു. 1/12 അങ്ങനെ തന്നെയാണ് വരിക. 1/12 ഇൻറ്റു റേറ്റ് നമുക്ക് വ്യത്യാസം വരും. റേറ്റ് എത്രയാണ് ഇവിടെ? 15% തന്നിട്ടുണ്ട്. 15/100. അപ്പൊ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നുള്ളത് 1,075 rupees ആണ്. 1,075 rupees ആണ്. വളരെ എളുപ്പമുള്ള ഒരു പ്രോബ്ലം ആണ്. നിങ്ങൾ ആ മന്തിന്റെ കാൽക്കുലേഷൻ മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ്. ഒന്നുകൂടെ പറയാം, നമ്മളിങ്ങനെ ഒരു പ്രൊഡക്റ്റ് മെത്തേഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ 4 columns നമ്മൾ വരയ്ക്കുക. ഡേറ്റ്, എമൗണ്ട്, പീരീഡ്, പ്രൊഡക്റ്റ്. ഇതിൽ ഡേറ്റും എമൗണ്ട് നമുക്ക് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. അതെടുത്ത് ആദ്യം എഴുതുക. അതിനുശേഷം നമുക്ക് കണ്ടെത്താനായിട്ടുള്ള 2 കോളാണ് ഉള്ളത്. ഒന്ന് പീരീഡും മറ്റൊന്ന് പ്രോഡക്റ്റും ആണ്. പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണോ നമ്മൾ വിഡ്രോൺ ചെയ്യുന്നത് അത് മുതൽ നമ്മൾ എന്നാണോ നമ്മൾ ക്ലോസിംഗ് ഡേറ്റ് അതുവരെയുള്ള സമയം. അതായത് ഫെബ്രുവരി മുതൽ ഡിസംബർ വരെയുള്ള മന്ത്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു 11. അതുപോലെ തന്നെ മെയ് മുതൽ ഡിസംബർ വരെയുള്ളത് കാൽക്കുലേറ്റ് ചെയ്തു 8. ജൂൺ മുതൽ ജൂൺ എന്ന് പറയുന്നത് ജൂൺ 30 ആണോ അല്ലെങ്കിൽ ജൂൺ 1 ആണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ജൂൺ 30 ആണെങ്കിൽ നമ്മൾ ജൂലൈ മുതലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള പീരീഡ് 6 months. അങ്ങനെ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു? പീരീഡ് കാൽക്കുലേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനായിട്ട് എമൗണ്ട് ഇൻറ്റു പീരീഡ് ചെയ്യുന്നു. അതായത് 2000 ഇൻറ്റു 11 എമൗണ്ട് ഇൻറ്റു പീരീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റ് കിട്ടി. ഈ പ്രൊഡക്റ്റുകളെ നമ്മളെല്ലാം ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കിട്ടിയ എമൗണ്ട് 1 മന്തിലേക്കായിട്ട് നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്യുക. അതായത് ടോട്ടൽ
പ്രൊഡക്റ്റ് ഇൻറ്റു 1/12 ഒരു മന്തിലേക്ക് അതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കുക. നമുക്ക് ടോട്ടൽ എത്രയാണ് എമൗണ്ട് കിട്ടണമെന്ന് നോക്കാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് മെത്തേഡ് അനുസരിച്ച് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്, അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്, പാഠഭാഗമാണ്. നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. നാലാമത്തെ കേസ്, ഫിക്സഡ് എമൗണ്ട് withdrawn every month. ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ ചെയ്യുന്നത് മാസത്തിലെ എല്ലാ മാസവും നമ്മൾ ഒരു ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ ചെയ്യാണ്. ഓക്കെ, അതില് നമുക്ക് പല കേസസ് വരുന്നുണ്ട്. അതില് നമുക്ക് നോക്കാം ഏതൊക്കെയാന്നുള്ളത്. ഇറ്റ് മേ ബി സ്റ്റേറ്റഡ് ദാറ്റ് ഇഫ് എ പാർട്ട്ണർ വിഡ്രോസ് എ ഫിക്സഡ് എമൗണ്ട് റെഗുലർ ഇന്റർവെൽസ്. ഒരു പാർട്ട്ണർ ഫിക്സഡ് ആയിട്ടുള്ള എമൗണ്ട് വിഡ്രോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Okay, regular interval. Interest on drawings can be calculated on the basis of average period. Interest on drawings calculate ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? Average period ന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ calculate ചെയ്യുക. The calculation of average period depends upon whether the fixed amount is withdrawn on the first day of each month, middle of the month or end of each month. അപ്പോൾ നമ്മൾ ഈ average period calculate ചെയ്യുന്നത് 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഈ ഫിക്സഡ് എമൗണ്ട് ഫസ്റ്റ് ഒരു മന്തിന്റെ തുടക്കത്തിലാണോ ഒരു മന്തിന്റെ മിഡിലാണോ നമ്മൾ വിഡ്രോൺ ചെയ്യുന്നത്, അതോ ഒരു മന്തിന്റെ ലാസ്റ്റ് അതായത് എൻഡിലാണോ നമ്മൾ വിഡ്രോൺ ചെയ്യുന്നത്, ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ കേസ് നോക്കാം. ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ എവരി മന്ത്. ഫിക്സഡ് എമൗണ്ട് എല്ലാ മാസവും പിൻവലിക്കുകയാണെങ്കിൽ അതിലെ ഫസ്റ്റ് കേസ് വരുന്നത് എങ്ങനെയാണെങ്കിൽ ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ ഓൺ ഫസ്റ്റ് ഡേ ഓഫ് എവരി മന്ത്. എല്ലാ മാസത്തിന്റെ ആദ്യത്തെ ദിവസം ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ ചെയ്താൽ നമുക്ക് എങ്ങനെ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. If the fixed amount is withdrawn on the first day of each month, the average period will be calculated as follows. നമുക്ക് average period എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഒരു ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ ചെയ്യാണ്. എപ്പോഴാണ് വിഡ്രോൺ ചെയ്യുന്നത്? ഫസ്റ്റ് ഡേ ഓഫ് ഈച്ച് മന്ത്. ഓരോ മാസത്തിന്റെയും ഫസ്റ്റ് ഡേ നമ്മൾ ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ ചെയ്യാനായിട്ട് വിചാരിക്കുകയാണ്. അങ്ങനെയാണ് നമുക്ക് അതിന്റെ ആവറേജ് പീരീഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആവറേജ് പീരീഡ് ഈക്വൽ ടു ടോട്ടൽ പീരീഡ് ഇൻ മന്ത്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ടോട്ടൽ പീരീഡ് ഇൻ മന്ത്സ് എത്രയുണ്ട്? 12 മന്ത്സ് ആണ് നമുക്കറിയാം. പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 6.5 മന്ത്സ് ആണ് കിട്ടിയത്. അപ്പൊ ആവറേജ് പീരീഡ് കിട്ടിയത് ഇവിടെ എത്രയാണ്? 6.5 മന്ത്സ് ആണ്. Thus, interest on whole amount of drawing is calculated 6.5 months at the agreed rate. നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഫസ്റ്റ് ഡേ ഓഫ് ഈച്ച് മന്ത് ആണെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കുക 6.5 മന്ത്സിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഡേ ഓഫ് ഈച്ച് മന്ത് ആണെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? 6.5 മന്ത്സിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്കൊരു പ്രോബ്ലം നോക്കാം. രാജൻ, a partner in a firm, withdraws 3,000 per month regularly on first day of every month. ശ്രദ്ധിക്കണം, നമ്മൾ എമൗണ്ട് വിഡ്രോൺ ചെയ്യുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ഡേയിലാണ്. എല്ലാ മാസവും ഫസ്റ്റ് ഡേ നമ്മൾ എമൗണ്ട് വിഡ്രോൺ ചെയ്യാണ്. അതിന്റെ റേറ്റ് കൊടുത്തിട്ടുണ്ട് 12% ആണ്. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാണ് പറയുന്നത്. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? Total drawings into 6.5 divided by 12 into rate of interest divided by 100. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. 36,000 into 6.5 by 12 into 12 by 100. ഇവിടെ നമുക്കറിയാം ടോട്ടൽ ഡ്രോയിങ്സ് എങ്ങനെ 36,000 കിട്ടിയത്? 3,000 ആണ് പെർ മന്ത്. അപ്പൊ 3,000 into 12 എത്ര വരും? 36,000 ആണ് വരിക. into 6.5 by 12. നമ്മളിപ്പോ 6.5 എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ ഓഫ് എവറി മന്ത് ആണെങ്കിലാണ് 6.5 ഡിവൈഡഡ് ബൈ 12 into 12%. അപ്പൊ നമുക്ക് വരുന്നതാണ് 2,340. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 3,000 എന്ന് പറയുന്നത് പെർ മന്ത് ആണ്, അതിനെ ഇയർലി ആക്കുക. പിന്നെ ഫസ്റ്റ് ഡേ ഓഫ് ഈച്ച് മന്തിന് നമുക്ക് ഉള്ള കാൽക്കുലേഷൻ 6.5 by 12 എന്നാണ്. ആ ഒരു കാൽക്കുലേഷൻ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ റേറ്റ് കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് കേസിൽ. ഇനി നമുക്ക് സെക്കൻഡ് കേസ് നോക്കാം.
ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ ഓൺ ലാസ്റ്റ് ഡേ ഓഫ് ഈച്ച് മന്ത്. ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ ചെയ്യുന്നത് എന്നാണ്? ലാസ്റ്റ് ഡേയിലാണ്. എല്ലാ മാസത്തിന്റെയും ലാസ്റ്റ് ഡേയിലാണ് ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ എങ്ങനെ ചെയ്യണം? 12 എങ്ങനെയാണ് ആവറേജ് പീരീഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ടോട്ടൽ പീരീഡ് ഇൻ മന്ത്സ് മൈനസ് 1 divided by 2. 12 minus 1 divided by 2. 12 എന്ന് പറയുന്നത് ടോട്ടൽ മന്ത്സ് ആണ്. 12 minus 1 എന്ന് പറയുന്നത് 11 by 2 ആണ്. 11 by 12നെ 11 by 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 5 half months ആണ്. 5 half monthsലാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഡേ ഓഫ് എവരി മന്ത് ആണെങ്കിൽ 6 half by 12 ആയിരുന്നു. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ഡേ ഓഫ് ഈച്ച് മന്ത് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? 5 half by 12 ആണ്. ഓക്കെ, അതിന്റെ ഒരു പ്രോബ്ലം നോക്കാം. സുമേഷ്, എ പാർട്ട്ണർ in a firm, withdraws 6,000 regularly on the first day of every month. Interest is 12% per annum. Calculate interest on drawings. നമ്മളുടെ സുമേഷ് എന്ന് പറയുന്ന ഒരു പാർട്ട്ണർ 6,000 രൂപയാണ് റെഗുലർ ആയിട്ട് ലാസ്റ്റ് ഡേ ഓഫ് എവരി മന്തിൽ വിഡ്രോൺ ചെയ്യുന്നത്. 12% ആണ് ഇൻട്രസ്റ്റ് റേറ്റ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. വളരെ എളുപ്പമാണ്. നമുക്ക് 6,000 വിഡ്രോൺ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. 6,000 ആണ് വിഡ്രോൺ ചെയ്യുന്നത് ലാസ്റ്റ് ഡേ ഓഫ് എവരി മന്ത്. മന്ത്ലി ആണ് വിഡ്രോൺ ചെയ്യുന്നത് 6,000. അപ്പൊ ഇയർലി ആക്കാനായിട്ട് 6,000 into 12 എത്ര വരും? 72,000. 72,000 into ലാസ്റ്റ് ഡേ ഓഫ് എവരി മന്ത് ആയതുകൊണ്ട് നമുക്കറിയാം എത്രയാണ്? 5 half by 12 ആണ് വരിക. 5 half by 12 അത് ബൈ ഹാർട്ട് ആയിട്ട് പഠിച്ചു വെക്കുക. 5 half by 12 ആണ് വരിക എങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഡേ ഓഫ് എവരി മന്ത് ആണെങ്കിൽ into 12 by 100. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് 3,960. അപ്പൊ ഇതാണ് നമുക്ക് രണ്ടാമത്തെ കേസിൽ വരുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് മന്ത്ലിനെ ഇയർലി ആക്കുക. അപ്പൊ നമുക്ക് 72,000 കിട്ടി. ദെൻ ലാസ്റ്റ് ഡേ ഓഫ് എവരി മന്ത് ആണെങ്കിൽ നമുക്ക് വരുന്നത് 5 half by 12 ആണ്. ഓക്കെ, ഈ തേർഡ് കേസിലേക്ക് നമുക്ക് പോവാം. ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ ഇൻ ദ മിഡിൽ ഓഫ് ഈച്ച് മന്ത്. മിഡിലിൽ നമുക്ക് വിഡ്രോ ചെയ്യാലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് കാൽക്കുലേഷൻ വരിക? മിഡിൽ ആണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ മന്ത്സ് എത്രയാണ്? 12 ആണ്. 12 by 2 എത്രയാണ്? 6 months. 12 by 2 എത്രയാണ്? 6 months. ഫസ്റ്റ് ഡേ ആണെങ്കിൽ 12 plus 1 ആയിരുന്നു. ദെൻ ലാസ്റ്റ് ഡേ ഓഫ് മന്ത് ആകുമ്പോൾ നമ്മൾ 12 minus 1 ആയിരുന്നു. മിഡിൽ ആകുമ്പോൾ നമ്മൾ എന്താണ് വരുന്നത്? മൈനസും പ്ലസും ഒന്നും വരുന്നില്ല. 12 by 2 ചെയ്താൽ മതി. കറക്റ്റ് നമുക്ക് എത്ര കിട്ടും? 6 monthsലാണ് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. ഓക്കെ, അതിന്റെ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. രാജേഷ് withdraws 12,000 regularly in the middle of each month. Interest is at 12% per annum. അപ്പൊ മിഡിൽ മന്ത് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു 6 by 12 ആണ് അതിന്റെ പീരീഡ് വരിക. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത്. ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു 6 by 12 നമ്മൾ പറഞ്ഞ മിഡിൽ ഓഫ് ഈച്ച് മന്ത് ആണെങ്കിൽ ബൈ ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബൈ 100. ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബൈ 100. നമുക്ക് നോക്കാം. ടോട്ടൽ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഇവിടെ മന്ത്ലി ഡ്രോയിങ്സ് ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത് 12,000. ഇപ്പൊ ടോട്ടൽ ഡ്രോയിങ്സ് കാണാനായിട്ട് 12,000 into 12 1,44,000 into 6 by 12 എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു മിഡിൽ ഓഫ് ഈച്ച് മന്ത് എന്നുള്ളതാണ്. into 12 by 100 12%. Then 8,640 ആണ് നമുക്ക് വരുന്ന ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. എത്രയാണ്? 8,640 ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആയിട്ട് വരുന്നത്. അടുത്തൊരു കേസ് നമുക്ക് നോക്കാം. ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ ക്വാർട്ടർലി. ഇപ്പൊ നാലാമത്തെ കേസിൽ നമ്മൾ 3 ഡിവിഷൻസ് കണ്ടു കഴിഞ്ഞു. ഒന്ന് ഫസ്റ്റ് ഡേ ഓഫ് മന്ത്, ദെൻ ലാസ്റ്റ് ഡേ ഓഫ് മന്ത്, മിഡിൽ ഓഫ് മന്ത്. ഓക്കെ, അടുത്തത് ഫിഫ്ത്ത് കേസ് വരുന്നത് ഫിക്സഡ് എമൗണ്ട് വിഡ്രോൺ ക്വാർട്ടർലി ആണ്. When fixed amount of money is withdrawn quarterly by partners, total period of time is ascertained by depending on whether the withdrawal was made at the beginning, middle or at the end of each quarter. Quarterly ആണെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് രണ്ട് കേസസിന്റെ അടിസ്ഥാനത്തിലാണ്, രണ്ട് സിറ്റുവേഷന്റെ അടിസ്ഥാനത്തിലാണ്. ഒന്ന് വിഡ്രോൺ ചെയ്യുന്നത് ബിഗിനിങ് ഓഫ് ഈച്ച് പാർട്ട്ണർ, അതായത് എമൗണ്ട് ഈസ് വിഡ്രോൺ അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടറിന്റെ ബിഗിനിങ്ങിലാണോ, അതുപോലെ തന്നെ എമൗണ്ട് ഈസ് വിഡ്രോൺ അറ്റ് ദ മിഡിൽ ഓഫ് ഈച്ച് എന്താണ് മിഡിലാണോ, അതുപോലെ തന്നെ എൻഡിലാണോ. അങ്ങനെ 3 സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ ഇത് കാണാനായിട്ട് പോകുന്നത്. അപ്പൊ ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ടോട്ടൽ എമൗണ്ട് വിഡ്രോൺ ഡ്യൂറിംഗ് ദ അക്കൗണ്ടിങ് ഇയർ. അതായത് ക്വാർട്ടർലി ആണെങ്കിൽ നമ്മൾ 7 half വെച്ചിട്ടാണ് ചെയ്യുക. അപ്പൊ ഇതിന്റെ ഓരോ പീരീഡും നിങ്ങൾ ഓർത്ത് വെക്കുക. നമുക്ക് അതിന്റെ ഒരു പ്രോബ്ലം ചെയ്യാം. രാജൻ, എ പാർട്ട്ണർ ഇൻ എ ഫേം, withdraws 15,000 at the beginning of each quarter. Interest on drawings is charged at 8% per annum. Calculate interest on drawings. നമുക്ക് എങ്ങനെയാണ്
ഡ്രോയിങ്സ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ക്വാർട്ടർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 4 months ആണ് വരിക അല്ലെ? ഒരു ഇയറിൽ 3 quarters ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ക്വാർട്ടർ എന്ന് പറയുന്നത് 4 months ആണ് ഉണ്ടാവുക. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ 4 ഇട്ട് നമ്മൾ ചെയ്തത്. നമ്മൾ കഴിഞ്ഞ കണക്കിലൊക്കെ 12 ഇട്ടിട്ടായിരുന്നു ചെയ്തിരുന്നത്, അത് ഇയർലി ആയിരുന്നു. ഇവിടെ 4 എന്ന് പറയുന്നത് ക്വാർട്ടർ കാൽക്കുലേഷൻ ആയതുകൊണ്ടാണ്. അപ്പൊ 15,000 എന്ന് പറയുന്നത് 1 monthന്റെയാണ്. 4 എന്ന് പറയുമ്പോൾ ക്വാർട്ടറായി. അപ്പൊ എത്രയാണ്? 60,000 ആണ് പറഞ്ഞത് ടോട്ടൽ എമൗണ്ട് വിഡ്രോൺ. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. ടോട്ടൽ എമൗണ്ട് വിഡ്രോൺ ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു ആ പീരീഡ്. ദെൻ 60,000 ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ച എമൗണ്ട്. റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 8/100 ആണ്. ഓൾറെഡി നമുക്കറിയാം ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ ആയതുകൊണ്ട് 7/2/12 ആണ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 3,000 ആണ് ആൻസർ. ഓക്കെ, ഓർത്ത് വെക്കേണ്ട കാര്യം ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ ആണെങ്കിൽ 7.5 months ആണ്. ക്വാർട്ടർ എന്ന് പറയുന്നതിന്റെ നമ്മൾ ചെയ്യേണ്ട ഇൻറ്റു, അതായത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഇൻറ്റു 4 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അടുത്തത് സെക്കൻഡ് കേസ്. ഇഫ് ദ എമൗണ്ട് ഈസ് വിഡ്രോൺ അറ്റ് ദ മിഡിൽ ഓഫ് ഈച്ച് ക്വാർട്ടർ. മിഡിൽ ആണെങ്കിൽ നിങ്ങൾ ഓർത്ത് വെക്കുന്നത് എത്രയാണ്? 6 months ആണ്. Interest is calculated on the total amount withdrawn during the accounting year for a period of 6 months. അപ്പോൾ 6 months ആണ് അവിടെ നമുക്കുള്ള പീരീഡ്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. രാജൻ, എ പാർട്ട്ണർ ഇൻ എ ഫേം, withdraws 15,000 at the beginning of each quarter. എല്ലാ ക്വാർട്ടറിന്റെ ബിഗിനിങ്ങിലാണ് രാജൻ വിഡ്രോൺ ചെയ്യുന്നത്. 15,000 ആണ്. Then interest on drawings is charged 8% per annum. അപ്പോൾ 8% ആണ് നമ്മൾ ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മിഡിൽ ഓഫ് ദ മന്ത് ആയതുകൊണ്ട് 6/12 കൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് വിഡ്രോൺ ഇൻറ്റു റേറ്റ് ബൈ 100 ഇൻറ്റു 6/12. നോക്കാം. 60,000 എങ്ങനെയാണ് ഇവിടെ കിട്ടിയത്? 15,000 ഇൻറ്റു 4. ക്വാർട്ടർ ആണ്. 15,000 ഇൻറ്റു 4 ആണ് 60,000 ഇൻറ്റു 8/100. ഇവിടെ ആകെ ഒരു വ്യത്യാസം വരുന്നത് ഏതിനാണ്? ഈ പീരീഡിന് മാത്രമാണ് വ്യത്യാസമുള്ളത്. മറ്റേ കണക്കിനായിട്ട് വ്യത്യാസമായിട്ട് ഇവിടെ പീരീഡിന് മാത്രമാണ്. മറ്റേ 7.5 months ആയിരുന്നു, ഇവിടെ 6/12 ആണ്. കാരണം മിഡിൽ ഓഫ് ദ മന്ത് ആയതുകൊണ്ടാണ് 6/12. നമുക്ക് കിട്ടുന്ന ആൻസർ 2,400 ആണ് ആൻസർ വരുന്നത്. എത്രയാണ്? 2,400. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 15 ഇൻറ്റു 4 എന്നുള്ളത് ചെയ്യണം. പിന്നെ മിഡിൽ ഓഫ് ഈച്ച് മന്ത് ആയതുകൊണ്ട് ഇവിടെ വരുന്ന പീരീഡ് എന്ന് പറയുന്നത് 6/12 ആണ്. തേർഡ് കേസ്. ഇഫ് ദ എമൗണ്ട് ഈസ് വിഡ്രോൺ അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടർ. ക്വാർട്ടറിന്റെ എൻഡിലാണ് വിഡ്രോൺ നടക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അങ്ങനെയെങ്കിൽ നമുക്ക് വരുന്ന പീരീഡ് 4.5 months ആണ്. നമുക്ക് ഇനി പ്രോബ്ലം ചെയ്യാം. ഈ രാജന്റെ പ്രോബ്ലം തന്നെ എടുക്കാം. 15,000 ആണ് രാജൻ വിഡ്രോൺ ചെയ്തത്. അപ്പൊ 15,000 ഇൻറ്റു 4, ക്വാർട്ടറിൽ പറഞ്ഞ എമൗണ്ട് ടോട്ടൽ വിഡ്രോൺ 60,000. റേറ്റ് എന്ന് പറയുന്നത് 8%. ദെൻ നമുക്ക് വരുന്ന പീരീഡ് എത്രയെന്ന് പറയുന്നത് 4.5/12 ആണ്. പീരീഡ് എത്രയാണ്? 4.5/12. അപ്പൊ നമുക്ക് വരുന്ന ടോട്ടൽ എമൗണ്ട് 1,800 ആണ്. ഇനി നമ്മൾ പറഞ്ഞ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ വേരിയസ് കേസസിന്റെ ഒരു സമ്മറി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് കേസിൽ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? when the date of drawings made. ഡേറ്റ് ഓഫ് ഡ്രോയിങ്സ് എങ്ങനെയാണ്? ആ ഡേറ്റ് നമുക്ക് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ, വിഡ്രോ ചെയ്ത ഡേറ്റ് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ 6 monthsന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവറേജ് പീരീഡ് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കേസിൽ ഫസ്റ്റ് ഡേ ഓഫ് എവറി മന്ത് ആണെങ്കിൽ ആവറേജ് പീരീഡ് 6.5 months വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. മിഡിൽ ഓഫ് എവറി മന്ത് ആണെങ്കിൽ ആവറേജ് പീരീഡ് 6 months ആയിരിക്കും. ലാസ്റ്റ് ഡേ ഓഫ് എവറി മന്ത് ആണെങ്കിൽ ആവറേജ് പീരീഡ് 5.5 months ആയിരിക്കും. ദെൻ ബിഗിനിങ് ഓഫ് ഈച്ച് ക്വാർട്ടർ ആണെങ്കിൽ ആവറേജ് പീരീഡ് 7.5 months ആയിരിക്കും. മിഡിൽ ഓഫ് ഈച്ച് ക്വാർട്ടർ ആണെങ്കിൽ ആവറേജ് പീരീഡ് 6 months ആയിരിക്കും. എൻഡ് ഓഫ് ഈച്ച് ക്വാർട്ടർ ആണെങ്കിൽ ആവറേജ് പീരീഡ് 4.5 months ആയിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞ മറ്റൊരു കേസ് വേരിയസ് ഡേറ്റ്സും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എമൗണ്ട് വിഡ്രോണും ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് മെത്തേഡ് വെച്ചിട്ടും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ കാൽക്കുലേഷനിൽ പഠിക്കാനായിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാഠഭാഗമാണ് ഈ ചാപ്റ്ററിലെ. അപ്പൊ നന്നായിട്ട് ഈ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള ആവറേജ് പീരീഡുകൾ നന്നായി ഇതിൽ പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ പ്രോബ്ലം നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. താങ്ക് യു.